ഇസ്രായേല് ഇന്നലെ ഇന്നുമായിട്ട് വളരെ ശക്തമായ തിരിച്ചടികളാണ് ഇറാൻ നൽകുന്നത്. ഇറാൻ നമുക്കറിയാം ഇസ്രായേലിന്റെ ടെല്ലവീവിന്റെ പ്രധാന ജനവാസ കേന്ദ്രങ്ങൾ പോലും തകർത്ത വലിയ ആക്രമണം നടത്തി. പക്ഷെ അതിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇതൊരു വലിയ ഒരു ടെഹ്റാൻ മുഴുവൻ തന്നെ ജനങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്നാണ് കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ ശക്തിപ്പെടുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് വീണ്ടും ഈ ആണവ നിർവ്യാപന കരാറിലേക്ക് തിരിച്ചു വരണമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഇസ്രായേലിന്റെ ഈ പുതിയ ആക്രമണങ്ങള് നമുക്കറിയാം, ആണവ കേന്ദ്രങ്ങളൊക്കെ തകർത്തു കഴിഞ്ഞു. പലതും വലിയ തോതിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മള് സ്ഫോടനം നടക്കുമ്പോൾ അവിടുത്തെ ക്യാമറാമാൻ റിപ്പോർട്ടറോടും നമ്മൾ കണ്ടു. അവിടുത്തെ ടെലിവിഷൻ സ്റ്റുഡിയോയ്ക്കകത്ത് ബോംബ് പൊട്ടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവതാരക എഴുന്നേറ്റ് ഓടേണ്ടി വരുന്ന സ്ഥിതി കണ്ടു. നമ്മൾ ഒത്തിരിയേറെ ഇതിപ്പം കാനഡയിൽ നിന്ന് G7 ഉച്ചകോടി നടക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവിടെ പ്രത്യേക ക്ഷണിതമായിട്ടുണ്ട്. ഈ വിഷയമായിരിക്കും പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക. പക്ഷെ എന്തായാലും ഇതൊരു വലിയ ഒരു യുദ്ധത്തിലേക്ക് തന്നെ പോവുകയാണ്. അതിന്റെ പ്രത്യാഘാതം സാമ്പത്തിക രംഗത്തും ആഗോള രാഷ്ട്രീയ രംഗത്തും ഒക്കെ വളരെ കാര്യമായിട്ട് പ്രതിഫലിക്കും. പ്രത്യേകിച്ച് എണ്ണവില ഉയരാൻ സാധ്യതയുണ്ട്. കാരണം ഇറാനിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെ, റിഫൈനറികൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഇറാനെ ഒരു അണ്വായുധ രാജ്യമാക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് പോകുന്നത്. അത് നമുക്കറിയാം, നൂറുകണക്കിന് മിസൈലുകൾ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിക്ഷേപിച്ചത്. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതിന് വ്യത്യസ്തമായി ഇന്നലെ ചോരപ്പുഴ ഒഴുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിലെ 3 ലക്ഷം പേരെയാണ് ഇസ്രായേൽ ടെഹ്റാനിൽ നിന്ന് ഒഴിയാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോ അവിടെയെല്ലാം ഞങ്ങൾ ആക്രമണം കടുപ്പിക്കും എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത് ഒരു വലിയ ആഗോള പ്രശ്നമായി വളരുകയാണ്. ഇത് എവിടം വരെ എത്തുമെന്ന് ഇപ്പോൾ ആർക്കും പ്രവചിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയും കൂടിയുണ്ട്. അത്രയ്ക്ക് വഷളാണ് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ കണ്ട ഒരു സാഹചര്യം, നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഇരു രാജ്യങ്ങളും തയ്യാറാണ് ഏത് യുദ്ധ സാഹചര്യത്തെ നേരിടാൻ. പക്ഷേ ഇസ്രയേലിന്റെ ചാവേർ സൈനിക നടപടികളെ അത് നേരിടാൻ വൻ പദ്ധതി തന്നെ ഇറാന്റെ കൈവശമുണ്ട്. അല്ലെങ്കിൽ ഒരു വജ്രായുധങ്ങൾ തന്നെ അവർ ഇറക്കാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ ഒരുങ്ങി തന്നെയാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ഈ ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ഒരു പിന്നിൽ തന്നെ വലിയൊരു ശക്തിയുണ്ട്. ആ ശക്തിയെ തകർക്കാൻ ഇറാന് സാധിക്കുമോ? ഇറാനെ സംബന്ധിച്ചോളം ആദ്യം നടത്തിയ പ്രത്യാക്രമണത്തെ ഇപ്പോൾ ഇസ്രായേലിന് ചെറുക്കാൻ കഴിയുന്നു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്ന ഒരു പരിധിവരെ ശരിയാണ്. നമുക്കറിയാം, ഇസ്രായേലിന്റെ ടെല്ലവീവില് കനത്ത ആക്രമണം നടത്താൻ ഇറാന് കഴിഞ്ഞു. അത് അത്രയേറെ പ്രതീക്ഷിച്ചല്ല. അതിലും കടുത്ത ആക്രമണങ്ങളാണ് ടെല്ലവീവില് നടത്താൻ കഴിഞ്ഞത്. ടെല്ലവീവ് മൊത്തം തകർക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ടെല്ലവീവിന്റെ ചില ഏരിയകളിൽ വലിയ നാശം വരുത്താൻ അവർക്ക് കഴിഞ്ഞു. പക്ഷെ ടെഹ്റാനിൽ അതിലേറെ നാശം പതയ്ക്കാനായിട്ട് ഇസ്രായേലിനും കഴിഞ്ഞു. അപ്പൊ ഇത് ഈ യുദ്ധക്കൊതിയന്മാര് തമ്മിലുള്ള ഒരു യുദ്ധം പോലെയാണ് ഇപ്പൊ കാര്യങ്ങൾ വഷളാകുന്നത്. ഇനി ഇസ്രായേലിന്റെ പിന്നിൽ നമുക്കറിയാം, അമേരിക്ക അടക്കമുള്ള വൻ ശക്തികൾ ഇസ്രായേലിനോടൊപ്പം ഉണ്ട്. അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ട്രംപിന്റെ കൂടി അനുമതിയോടുകൂടിയാണ് കാര്യങ്ങൾ പോകുന്നത്. ട്രംപിനും അമേരിക്കയിലെ ഭരണകൂടവും കൂടുതൽ അവിടുത്തെ അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ നമുക്കറിയാം, ജൂത വംശജര വലിയ സമ്പന്നരായ ജൂതര് നയിക്കുന്നതാണ്. അവരുടെ നിയന്ത്രണത്തിലും അവരുടെ ഉടമസ്ഥതയിലും ഉള്ളതാണ് അമേരിക്കയിലെ മാധ്യമങ്ങൾ. അപ്പൊ അമേരിക്ക ഇപ്പോഴും ലോകത്തെ വൻശക്തി തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഇതിനകത്ത് ഇനി ചൈന പോലുള്ള രാജ്യങ്ങൾ ഇടപെടാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ടോ, അത്രയും ഒരു മറ്റൊരു ലോക മഹായുദ്ധത്തിലേക്ക് ഇത് പോകാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്കൊക്കെ ഇപ്പൊ പറയാൻ കഴിയുള്ളൂ. എന്തായാലും കാര്യങ്ങൾ വഷളാണ്. ഇന്ന് കാനഡയിൽ നടക്കുന്ന നമ്മുടെ G7 ഉച്ചകോടിയിലായിരിക്കും ഇതിനെ സംബന്ധിച്ചൊരു ലോക രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട ലോക രാജ്യങ്ങൾ, വൻശക്തികള് ഇക്കാര്യത്തിൽ നിലപാടെടുക്കുന്നതിലേക്ക് നിർബന്ധിതരാകും. എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഈ G7 ഉച്ചകോടിയിൽ നമുക്ക് ലോകത്തിന് വ്യക്തമാകും.
സർ, ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഇറാന്റെ ഒരു ആണവ കേന്ദ്രങ്ങൾ തകർക്കുക, അതിനൊപ്പം തന്നെ ആ രാജ്യത്ത് ആഭ്യന്തര കലാപം സൃഷ്ടിക്കുക, അതൊക്കെ തന്നെയായിരുന്നു ഇസ്രായേലിന്റെ പ്രധാന അജണ്ടയിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, അത്തരൊരു ആഹ്വാനം ഇസ്രായേൽ പ്രധാനമന്ത്രിയും പരസ്യമായി തന്നെ തുറന്നു പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ ആക്രമണം കൊണ്ട് ഇറാന്റെ ആണവ പദ്ധതിക്ക് കുറച്ച് വൈകാൻ സാധ്യതയുണ്ടെന്നല്ലാതെ മറ്റൊന്നും അവിടെ നടക്കാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. മാത്രമല്ല, ഈ രംഗത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാനിൽ റഷ്യയുടെ ഒരു സൈനിക താവളം വരണമെന്ന ഇറാന്റെ ഒരു ഇറാൻ ഭരണകൂടം മുന്നോട്ട് വെച്ചൊരു ആവശ്യം, അത് ഇതിലൂടെ പെട്ടെന്ന് തന്നെ ആകാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ നടപ്പിലാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത്തരം ഒരു സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ യുദ്ധത്തിന്റെ ഒരു 5-ാം ദിവസത്തിലേക്ക് കടന്നു. അതിലേക്ക് എവിടം വരെ എത്തുമെന്ന് ഇപ്പൊ പറയാൻ കഴിയില്ല. 224 പേരെങ്കിലും ഇറാനിൽ മരിച്ചിട്ടുണ്ട്, 24 പേരെങ്കിലും ഇസ്രായേലിൽ മരിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സീസ്ഫയറിന് അമേരിക്ക ഒരു ഓഫർ വെച്ചിട്ടുണ്ടെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പറയുന്നുണ്ട്. അതൊക്കെ എത്രമാത്രം ശരിയാകും എന്ന കാര്യം കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ലക്ഷക്കണക്കിന് ഇറാനിലെ ജനങ്ങളുടെ ജീവന ഭീഷണി എന്നതിനപ്പുറത്ത് കിടന്ന് ഇവിടെ ആരൊക്കെ ഇത് നമ്മുടെ ആദ്യ ഘട്ടത്തിലെ ഈ പ്രസിദ്ധി കഴിയുമ്പോൾ പുതിയ പുതിയ സൈനിക താവളങ്ങൾ സൃഷ്ടിക്കാനായിട്ട് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതൊരു പുതിയ അതിനുവേണ്ടി കൂടിയുള്ളൊരു ശ്രമം കൂടിയാണ്. ഇവിടെ നമുക്കറിയാം, ഒരു എണ്ണ ആയിട്ടുള്ള നമ്മുടെ ഓയിലുമായി ബന്ധപ്പെട്ട എക്കണോമിയില് ഒരു കൈ കടത്താൻ കൂടിയാണ്, ഇറാന്റെ മേൽക്കൈ തകർക്കാൻ കൂടിയാണ് യുദ്ധം എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഇതിനകത്തൊരു സാമ്പത്തിക വശം കൂടി ഉണ്ട്. അപ്പൊ ഇതിന്റെ സൈനിക വശങ്ങള്, ഇതിന്റെ ആഗോള രാഷ്ട്രീയ വശങ്ങള് രൂപപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അതിനാൽ ഒന്നും തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോഴത്തെ നിലയിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഏതായാലും ഇസ്രായേല് നമുക്കറിയാവുന്ന പോലെ ഇറാനിലെ ദവാൻ ആണവ കേന്ദ്രമൊക്കെ തകർത്തിട്ടുണ്ട്. അത് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ വലിയ തോതിൽ നമുക്കറിയാം ഈ കാര്യങ്ങളിലൊക്കെ ആണവ നിർവ്യാപന കരാറിൽ നിന്ന് ഇറാൻ പിന്മാങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ കരാറിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സമ്മർദ്ദങ്ങൾക്ക് ഇറാൻ വഴിപ്പെടേണ്ടി വരുമോ എന്നൊക്കെ ഇപ്പോൾ പറയാൻ കഴിയില്ല. IDF ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ അവകാശപ്പെടുന്നതനുസരിച്ച് ഇറാനെതിരെ കൂടുതൽ കടുത്ത ആക്രമണങ്ങൾക്കുള്ള സാധ്യത ഇന്നും നാളെയും കണ്ടേക്കാം. സർ, ഇതിനിടയിൽ തന്നെ ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുമെന്നുള്ള ഒരു വാർത്ത കൂടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നടക്കുമെന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. കാരണം ഇത്രയും സംഘർഷം രൂക്ഷമായതോടെ തന്നെ ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം. ഇതിൽ ഇറാന്റെ ഒരു പിന്തുണയും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ആ ഒരു നടപടിക്രമങ്ങളൊക്കെ നടക്കുക? നിലവിൽ ഇന്ത്യക്കാർ കൂടുതൽ പേരും സുരക്ഷിതരാണ്. പരിക്കേറ്റിയ 1-2 പേരൊക്കെ ഉണ്ടാവും. അതിനപ്പുറത്ത് കിടന്ന് ഇറാനിൽ നിന്നും ഇറാനിലെ നമുക്കറിയാം ഇന്ത്യക്കാരുടെ എണ്ണം കുറവാണ് താരതമ്യേന. ഇസ്രായേലിൽ അങ്ങനെയല്ല. ടെല്ലവീവിൽ തന്നെ നമ്മുടെ മലയാളികളടക്കം നിരവധി പേര് ആരോഗ്യ രംഗത്തടക്കം ജോലി ചെയ്യുന്നുണ്ട്. അപ്പോ അവരെ സുരക്ഷിതരാക്കി കൊണ്ടുവരേണ്ടത് ഇന്ത്യയുടെ ചുമതലയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ ഇന്നും ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തില് ടെല്ലവീവിലെ ആക്രമണത്തെ ഒരു പരിധിവരെ ചെറുക്കാൻ ഇസ്രായേലിന് കഴിയുന്നുണ്ട്. ആദ്യത്തെ ദിവസത്തെ ഇന്ന് വ്യത്യസ്തമായി ഇപ്പോൾ അവര് കുറെ കൂടെ ശക്തമായ പ്രതിരോധം ഉയർത്താൻ കഴിഞ്ഞു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇന്ത്യൻ ജനതയെ, അവിടെയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള പൗരന്മാര്, അവരെ രക്ഷിക്കേണ്ട ചുമതല ഇന്ത്യ സർക്കാരിനുണ്ട്. തീർച്ചയായിട്ടും അത് നയതന്ത്രത്തിൽ അതിനുള്ള നടപടികൾ അവര് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അടിയന്തര ഘട്ടമുണ്ടോ എന്ന് വിലയിരുത്തിയ ശേഷമാകും ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ, കാരണം ഞാൻ അവിടെയുള്ള പാലക്കാരായിട്ടുള്ള നഴ്സുമാരടക്കം പറയുന്നതനുസരിച്ച് അവർക്ക് ഇപ്പോൾ നിലവിൽ അവർക്ക് പോരാൻ താല്പര്യമില്ല. അവിടെയുള്ള ഇന്ത്യക്കാർക്ക് അങ്ങനെയുള്ള ഭീഷണി അവർ നേരിടുന്നില്ല. ബങ്കറുകൾ ഉണ്ട്, ബങ്കറുകളിൽ അവർ സുരക്ഷിതരാണ്, ബങ്കറുകൾ സൈറൺ മുഴക്കുന്നുണ്ട്. അപ്പോ അത്തരത്തിൽ അവര് ജനങ്ങൾ എന്തുമാത്രം പോരാൻ തയ്യാറാകും എന്നതുകൂടി ആശ്രയിച്ചായിരിക്കും ഈ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന ഓപ്പറേഷൻ നടപ്പാക്കുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.